വാട്സ്ആപ്പ് ബോയ്സും ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കാലത്ത് നമുക്ക് കുറച്ചേറെ പരിപാടികളുണ്ട്. ഫസ്റ്റ് എന്റെ ബാങ്കിന്റെ കാര്യത്തിന് എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സും അതൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ അവർ എന്റെ കാര്യം നിറച്ച് ചെയ്ത് തരത്തുള്ളൂ. SBI കൈ ഒഴിഞ്ഞ് ഇപ്പൊ വേറൊരു ബാങ്കാണ്. നോക്കട്ടെ, ആക്സിസ് കൈ ഒഴിയെന്ന് നമുക്ക് ഇപ്പൊ അറിയാം. ആക്സിസ് കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ, അതൊരു സ്പെസിഫിക് റീസൺ ഉണ്ട് കൈ ഒഴിയുന്നതിന്. എനിക്ക് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നൊക്കെ പറയാം. അപ്പൊ എന്തായാലും അത് നമുക്ക് ചെയ്യാം. ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വരണം. അതെനിക്കിപ്പം ഉണ്ടായി കിട്ടും, അക്ഷയം മേടിക്കണം. അതല്ലാതെ ഇന്ന് കുറച്ച് ഡെലിവറി ഉണ്ട്. കുറച്ചല്ല, ഒരു ഡെലിവറി ഉള്ളൂ. പക്ഷെ ആ ഡെലിവറി ഞാൻ എത്ര ദിവസമായിരുന്നു, 4-5 ദിവസമായിരുന്നു തോന്നുന്നു ഓർഡർ ചെയ്തിട്ട്. ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ല, അത് ആരെങ്കിലും പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ആയിട്ട് വരാൻ പോകുക അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു ഗിഫ്റ്റ് കൊടുത്ത്, ഈ ഗിഫ്റ്റ് വർഷങ്ങളായിട്ട് അമ്മ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. വർഷങ്ങളായിട്ട്, ദൈവമേ അതിന്റെ വർഷം എനിക്കുള്ള എത്ര വർഷമായിരുന്നു. കുറച്ച് അത്തുരുകിയിട്ട് പിന്നെ ഒരെണ്ണം മേടിച്ചായിരുന്നു. അത് വർഷങ്ങൾ മുമ്പേ. അതിപ്പോ പിന്നെയും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുക. എങ്ങനെയൊക്കെ ഇത് ഓണായി പോകും. അങ്ങനെയാണ്. അതിപ്പോ ഞാൻ മേടിക്കുക, ഇപ്പൊ വരും. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്ന് വരുമെന്ന്. പിന്നെ ഇന്ന് വൈകുന്നേരം നമുക്ക് വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം. എന്റെ ഒരു കൂട്ടുകാരൻ കുറച്ച് ഇവിടുത്തെ ഇൻഫ്ലുവൻസർ എല്ലാം ആയിട്ടൊരു ഒരു പാർട്ടിയല്ല ഫംഗ്ഷൻ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം. അപ്പൊ അതിനൊന്ന് ഞാൻ പോണം, എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോവാം, കൂട്ടുകാരൻ വിളിച്ചോണ്ട് പോകുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഈ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരാം. എന്റെ വീട്ടിനകത്ത് എപ്പോഴും അച്ഛൻ ഈ ഒരു വാതിൽ അടച്ചു വെക്കും. അച്ഛൻ പറയുന്നത് ആരെങ്കിലും ഒറ്റയടിക്ക് റോഡിന്റെ സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കയറി എന്തെങ്കിലും എടുത്ത് ഓടരുതില്ല. ഇതിന്റെ മെയിൻ കുഴപ്പം എന്താ അറിയാമോ? എനിക്ക് നേരെ അകത്ത് കയറാൻ പറ്റത്തില്ല. കണ്ട ചരിഞ്ഞ എപ്പോഴും കയറുന്ന വീട്ടിനകത്ത് ഞാൻ എനിക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. ഏകദേശം അരമണിക്കൂർ നിന്ന് പിന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇടയ്ക്ക് വെച്ച് ആ ചേച്ചി എനിക്ക് ചോദിക്കുമായിരുന്നു കാസ്റ്റ് എന്തുവാണെന്ന്, എന്തോ ഫില്ല് ചെയ്യാൻ വേണ്ടി. കാസ്റ്റ് പറഞ്ഞത് ഞാൻ കാസ്റ്റാ ഇത് അറിയേണ്ട സംഭവമാണല്ലോ. എന്തുവാ കാസ്റ്റ് ഓക്വേർഡ് സാധനത്തിൽ 2 മിനിറ്റ് ഞാൻ ഉണ്ടായിരിക്കും. എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് മനസ്സിലായി കാസ്റ്റ് എന്തായിരുന്നു. നാളെ എനിക്ക് ചെറുതായിട്ട് നാളെ വരുമായിരുന്നു. ഈ ക്വസ്റ്റിന്റെ ഉത്തരം അറിയേണ്ട ഉത്തരവാണ്, പക്ഷെ അറിയത്തില്ലെന്നുള്ളത്. കൊള്ളാം, എന്തായാലും വീട്ടിൽ പോകാം. മറ്റേ ആ പാർട്ടിയ എന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല ഇന്ന് വൈകുന്നേരം. ഇന്നല്ല, നാളെ വൈകുന്നേരം. വല്ല കുറച്ച് വെറൈറ്റിക്ക് ഒരു കുറയ്ക്കാൻ വേണം എനിക്ക്. ഇപ്പൊ ഒരു സൗണ്ടും ഇല്ല. കൊള്ളാം. ദേ ഗൈസ് നോക്കൂ, ആരെവിടെ ഇരിക്കുന്നു നോക്കൂ. ദേ ഗൈസ് നോക്കൂ. പറ്റില്ല. എനിക്ക് തോന്നുന്നു അമ്മയുടെ സർപ്രൈസ് വരുന്നുണ്ടെന്ന്. ഈ അടുപ്പിച്ചടുപ്പിച്ച് സർപ്രൈസ് ഒക്കെ അമ്മ താങ്ങുമോ? ഇങ്ങനത്തെ ഒരു മകൻ എവിടെ കിട്ടും? വഴക്കും കേൾക്കണം മേടിച്ചു കഴിഞ്ഞിട്ട്. എന്നാൽ പിന്നെ മേടിക്കുന്നുണ്ട്. ഇത് പൈസ ഉള്ളത്രേ ഉള്ളൂ. പൈസ തീരുമ്പം ഗിഫ്റ്റ് തരും. ആ വണ്ടിക്കകത്ത് നിന്റെ സാധനം വന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് വയ്യ. എവരുണ്ടെന്ന് നോക്കട്ടെ. ഒരു വലിയ പെട്ടിയാണോ? അത് വലിയ പെട്ടിയാണോ ചെറിയ പെട്ടിയാണോ? നല്ല വലിപ്പം ഉണ്ടല്ലോ. OTP കൊടുത്തത് ഈ ബോക്സ് ആണ്. വെയിറ്റ് ഉണ്ടോ? കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്തുവാണെന്ന്. ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഇവിടുത്തെ റാൻഡം പർച്ചേസ് ആണ്. രാവിലെ തൊട്ട് അച്ഛനെ കാണുന്നില്ല കേട്ടോ. എവിടെ പോയെന്ന് അറിയത്തില്ല. എന്തായാലും അമ്മേനെ കോൾ ചെയ്യട്ടെ. അമ്മ കടയിൽ നിന്ന് വരും. എപ്പോ വരും അമ്മ? ഞാൻ ഇതിന് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ വാ, ഒരു കാര്യമുണ്ട്. ഉച്ചയായില്ലേ? എപ്പോ വരും? 10 മിനിറ്റ് വരുന്നു. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എന്തുവാണെന്ന് കേട്ടാ. ഒരു ഐഡിയ ഇല്ല. ചെറുതായിട്ടൊരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു കുറെ നാൾ മുമ്പേ. കുറെ നാളല്ല, ഒരു 2 ആഴ്ച മുമ്പേ ഒരു ഹിന്റ് തന്നിട്ടുണ്ട് ഇതിനെ കുറിച്ച്. അതിപ്പോ വീട്ടിലെത്തി. ഇതിപ്പോ അമ്മ വന്നിട്ടുണ്ട്. അമ്മ ഒടുക്കത്ത് ലേറ്റ് വന്നോണ്ട് ഞാൻ സർപ്രൈസ് ഒക്കെ വീട്ടിനകത്തോട്ട് കൊണ്ടുപോയി. ഇനി ഞാൻ കൊണ്ടുവരാം. പിന്നെ അമ്മ ഇങ്ങോട്ട് നോക്ക്. അവനെങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. അവനെങ്ങോട്ടോ പോകുന്നു? കഴിക്കാൻ പോകുന്നു. എന്ത് കല്യാണോ? അമ്മ ഇങ്ങോട്ട് നോക്ക്. അവൻ പോട്ടാ. ഇങ്ങോട്ട് നോക്കിയേ. അമ്മക്ക് സർപ്രൈസ് ഉണ്ട്. എന്തായിരിക്കും? അയ്യോ, ഡെയിലി സർപ്രൈസ് ആണ്. ഇന്നലെ ആണോ? ഇതിപ്പോ അമ്മ പറയാതെ വാങ്ങി. കുറെ വർഷങ്ങളായിട്ട് മാറണം എന്ന് തോന്നി വെച്ച സാധനം. മിക്സിയാ? എന്ത് മിക്സിയാ? ഈ മിക്സി എവിടുന്ന് വന്നു? ആണോ? അതൊക്കെ സാധനം പറഞ്ഞിട്ട് കാര്യമില്ല. മേടിക്കേണ്ടതൊക്കെ മേടിച്ചു കേട്ടാ. ഞാൻ ആദ്യം ബോക്സ് എടുത്തോണ്ട് വരാം കേട്ടാ. നമുക്ക് അതായിട്ട് നോക്കാം. ആദ്യം ബോക്സ് എടുത്തോണ്ട് വരട്ടെ. ഇവിടെ ബോക്സ് ഇരിപ്പുണ്ട്. അമ്മയ്ക്കിന് സർപ്രൈസ് ആകോ ഇല്ലെന്ന് ഡൗട്ടാ എനിക്ക്. നോക്ക്, എന്തോ ഇത് ഈ ബോക്സ്? എന്ത് മിക്സി? അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അത് തുറക്കാദ്യം. എന്താണെന്ന് തുറന്നേ. എന്താണ് ഉന്മേഷം ഒന്നും ഇല്ലേ? എപ്പോഴും ഇങ്ങനെ ഓരോ സർപ്രൈസ് തരാനൊക്കെ അർജുനമ്പയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടൊന്നും അല്ല. എല്ലാരും ആൾക്കാർ മക്കളെ വളർത്തിയല്ലേ, വളർത്തന്നെ വിടുന്ന. ആണോ? എനിക്ക് തോന്നുന്നില്ല. അത് തുറയാൻ എന്താണോ നോക്ക്. ഇത് ഇങ്ങനെ ആക്കിയാ മതി. എന്തോ ഇത് എഴുതിട്ട് മനസ്സിലായ? എന്തോ ഇത്? എന്തോ ഇത്? എന്തോ ഇത്? എന്തോ ഇത്? എന്തുവാ വായിക്കുമ്പോ? എന്തുവാ? ന്യൂട്രി? എന്തുവാ? ന്യൂട്രി ബുള്ളറ്റ്. അമ്മ വെറുതെ മിക്സിയാണ്, മറ്റേതാള് വരച്ചതാണ്. അത് ന്യൂട്രി ബുള്ളറ്റ് വേറെ. ഞാൻ ഒരു കാറിന്റെ സാധനം മേടിച്ചു. അമ്മയിലാണ് മിക്സി എന്ന്.
എനിക്ക് കാളിക തുറക്കട്ടെ, തുറന്നു നോക്കിട്ട് പോരെ. നമുക്ക് തുറന്നു നോക്കിട്ട് മനസ്സിലാവല്ലോ. അതൊക്കെ അങ്ങനെ പലതും എഴുതും. അവൻ വന്നല്ല, അമ്മ കൊറേ എന്താണ് ഇത് ഈ വരുന്നില്ല. അമ്മ ഇഷ്ടപ്പെടുക. തുറ ന്യൂട്രി ബുള്ളറ്റ് എന്താണെന്ന് വെച്ചാൽ തുറന്നല്ല അറിയത്തുള്ളൂ. ഒരു പിച്ചാത്തി ഉണ്ടെന്ന് തുറ. അവൻ വണ്ടിയുടെ എന്താണ് സാധനം മേടിച്ച് പറ്റിച്ച് മനുഷ്യന വല്ല കാര്യം ഉണ്ടാ. എന്തൊക്കെയായിരുന്നു പ്രലോഭനവേനി. അതെന്തുവാണടാ, എന്തൊരു കഴിക്കുന്ന സാധനമാണല്ലോടാ. യോ മിക്സി ആണല്ലോടാ. എടാ മിക്സി ആണല്ലോ, ജ്യൂസ് അടിക്കുന്നല്ലോടാ ജ്യൂസ്. പിന്നെ ന്യൂട്രി ബുള്ളറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന. ദൈവമേ, ഇത് അമേരിക്ക പോലെ ആവുക നമുക്ക് നോക്കാം. അപ്പൊ മിക്സി ആണോ നീ? പിന്നെ എന്നാ ബുള്ളറ്റ് എന്ന് മേളിൽ കിടക്കുന്ന ആണാ? സാധനം ഉപയോഗിച്ചിട്ട് പറയാം. അമേരിക്കൻ കമ്പനി മിക്കവാറും റഷ്യൻ കമ്പനിയായിട്ട് മാറാതിരുന്നേ കൊള്ളാം. ഓ, റേറ്റ് ഞാൻ ചോദിക്കുന്നില്ല. അർജുനമ്പി കൂടിയതേ വാങ്ങത്തുള്ളല്ലോ. അർജുനമ്പി എന്താണെങ്കിലും നല്ല സാധനമേ വാങ്ങുള്ളൂ. ഒരിക്കലും റേറ്റ് ചോദിക്കല. പക്ഷെ പൈസ എന്തെങ്കിലും തയ്യാതെ തൂക്കി നിന്നെ അങ്ങോട്ട് എറിയുക കിഴക്കോട്ട്. പൈസയുടെ ഇങ്ങോട്ട് മിണ്ടിപ്പോരുത് എൻ്റെ. അത് മാത്രമേ അർജുനമ്പി മനസ്സിലാക്കിയാ മതി. അത് അവൻ എടുക്കട്ടടാ, എന്താന്ന് നോക്കട്ടടാ. എല്ലാം കൂടെ തവിടുപൊടിയാവല്ലേ. ബജാജിന്റെ അടുത്ത് മിക്കവാറും എന്താ അരക്കള എന്താ തീപ്പയിലോട്ട് പോയി. എന്നാടാ കൊറേ ഗ്ലാസ്. നിങ്ങളെല്ലാം കൂടി അത് കുളവാക്ക്, ഇറക്ക്. നീ ഒടിക്കുക ഇതെല്ലാം കൂടി. അത് അവിടെ എടുത്ത് വെക്ക്. അത് ടാമ്പർ ആണെന്ന്. ടാമ്പർ അറിയത്തില്ലല്ലേ? ടാമ്പർ ഇങ്ങനെ തള്ളി ജ്യൂസ് ആകുന്നേരം തള്ളി താഴ്ത്തിട്ടാക്കാനാ. വല്ലതും അരക്കാൻ പറ്റുമോ? എന്താ കുഴപ്പം? എന്തുവാണ് ഇവരെ പറ്റിച്ചത്? എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഇതെങ്ങനെ വെക്കും? അതൊക്കെ പുതിയതാ. തലകിഴി ഇരിക്കുന്നണ്ട. തലകിഴി ഇരിക്കുന്നണ്ട. തലകിഴിയാണ് ഇരിക്കുന്നത്. ചമ്മന്തിയാ? എടാ ചമ്മന്തിക്കുള്ള എല്ലാം ഉണ്ട്. ഓ എന്താണ് ദൈവമേ ഇവര്. എടാ അതൊക്കെ അങ്ങനെയാണ് അമ്മേ. ഇതൊക്കെ ചാറാ. എന്ത് പറ്റി? എന്താ തലതിരിഞ്ഞിരിക്കുന്നോണ്ടാണോ? അത് അവനെടുത്തോണ്ട് പോയാ സാധനം. നോക്ക്. അപ്പൊ ഇതിനകത്തില്ലേ ഇത് തലതിരിഞ്ഞുള്ളതാണ്. അപ്പൊ ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാ. മനസ്സിലായ? എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. അത് ഊരിക്ക് സ്റ്റാർട്ടൊക്കെ സ്റ്റാർട്ട് ആകും. വേണ്ട ഇത് മറ്റേലും വെക്കാം. ഇനിയും ഉണ്ട് ഒരു ചാറ് പുറത്ത്. ഓൺ ചെയ്യണോ? ഇത് ഇതിനകത്ത് കൈയൊന്നും വെക്കണ്ട പൊക്കത്ത്. കേട്ടാ, ഇതിനകത്ത് കൈയൊന്നും വെക്കണ്ട പൊക്കത്ത്. തന്നെത്താഴെ പോയി ജ്യൂസ് അടിക്കുന്നില്ല. ഇതിനകത്ത് വേണേ പീനട്ട് ബട്ടർ വരെ ഉണ്ടാക്കാം. ഏത് ജ്യൂസും. അങ്ങനെയില്ല, അങ്ങനെയൊന്നും ഇല്ല. എന്താണ് ഞാൻ എപ്പോഴും പുറത്ത് പോയി ജ്യൂസ് കുടിക്കലായിരുന്നു. അപ്പൊ ഞാൻ ഇത് മേടിച്ചോണ്ട് വന്ന് തേങ്ങ ചേരേണ്ടതില്ല. തേങ്ങ അരക്കും വേണമെങ്കിൽ. തേങ്ങ ആട്ടൊന്നും കുഴക്കത്തില്ല. മിക്സർ ആണ്. അതൊക്കെ വർക്ക് ചെയ്യാൻ പോലില്ല. കുറച്ച് കഴിയുമ്പോ കുറവാകും. ആട്ട കൊടുക്കും 2 ദിവസത്തേക്ക്. പിന്നെ കുഴക്കത്തില്ല. ഇതിപ്പോ ഇത് ഞാൻ എന്റെ ജ്യൂസിന് വേണ്ടി എല്ലാം ജ്യൂസ് ആക്കും. ഇത് വേറെ പുറത്ത് പോയി ജ്യൂസ് കുടിക്കണമെന്ന് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പോകും. ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഇപ്പൊ കുറച്ച് വേണ്ടി വാങ്ങിച്ചിട്ട് വരാം. നീ വെള്ളം ഒഴിക്കുന്ന വെറുതെ കറക്കടാ. ഓണാക്കി ഓണം നോക്കട്ടെ. LED ബൾബൊക്കെ പോലെ ഏത് വേണം? ലോ വേണം, മീഡിയം വേണം, ഹൈ വേണം? ലോ വേണം, മീഡിയം വേണം, ഹൈ വേണം? എന്ത് അതിനകത്ത് എക്സ്ട്രാക്ട് ഉണ്ടോ? എക്സ്ട്രാക്ട് ഒരു പ്രാവശ്യം നെക്കിയാൽ മതി. അത് തന്നെ ചെയ്യും. എടാ വെള്ളം നീ അല്ലേ ഇട്ടത്? വേറെ ആരും ഇടണേ അതിനകത്തോട്ട്. അത് തന്നെ നിൽക്കും. അല്ല തന്നെ നിൽക്കും. എന്ത് പറ്റി? അത് തന്നെ ചെയ്യും. തന്നെ നിൽക്കുകയും ചെയ്യും. ആപ്പിൾ എടുക്കുന്ന നിൽക്കും. അത് തന്നെ നിൽക്കും. അത് തന്നെ ഓഫാവും. എല്ലാം ആയിക്കോളൂ. ഞാൻ കാണിച്ചില്ലേ ഒന്നും പറയണ്ട. തന്നെ ചെയ്യൂടാ. എപ്പോഴും അതിന് എത്ര വട്ടം കറക്കണം അതെല്ലാം കറക്കിക്കോളും. അല്ലെങ്കിൽ പൾസും ഉണ്ട്. അല്ലെങ്കിൽ നെക്കുമ്പോ മാത്രം സ്റ്റാർട്ട് ആവുന്നത്.
അതൊക്കെ ബാക്കി നോർമൽ സ്പീഡാ, അവരെ നെക്കുമ്പോ ഓൺ ആയിക്കൊണ്ടിരിക്കും. അത്രയൊക്കെ ഉള്ളു, ഇതിക്കുള്ളൊന്നും ഇല്ല. ഇന്ത്യൻ ആയിരുന്നെങ്കിൽ 4-5 സ്പീഡ് കൂടെ ഉണ്ടായിരുന്നു, ഇത് 3 ആണോ? ഞാൻ കുറച്ച് മേടിച്ചോണ്ട് യൂസ് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് വരാം കേട്ടോ. അന്നാറാ ഞാൻ എല്ലാം മേടിച്ചിട്ട് വരുവാ, എല്ലാം ട്രൈ ചെയ്യാൻ പോകാനകത്ത്. പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഫ്രൂട്ട്സിന്റെ ഒന്നും വില അതിന് വരത്തില്ല. അതിന് ഞാൻ ഫുള്ള് ഫ്രൂട്ട് ഇട്ട് ടെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. പൈസ മുടക്കിട്ട് അടച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പല പല ഫ്രൂട്ട്സ് മേടിച്ചോണ്ട് വരാം, എല്ലാം അതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി ഇതാണ് ജ്യൂസർ നല്ലതെന്ന്. കുറെ വർഷമായിട്ട് അമ്മ ഒരു കൂടെ ജ്യൂസർ ഉണ്ടാക്കുന്നുണ്ട്. അത് കത്തിപ്പോയി എനിക്ക് എത്ര പണി വന്നിട്ടുണ്ടെന്ന് അറിയാം. അവിടെ വന്നിട്ടില്ല, എന്തൊക്കെ എടുക്കുന്നത്. എന്താണ് ഇത്? അന്നാറാ 2 എടുക്കുന്നുള്ള 1/2 കിലോ ആണത്. ആ പോമഗ്രനേറ്റ് എടുക്ക്, ആപ്പിൾ എടുക്ക്, എന്തെങ്കിലുമൊക്കെ എടുക്കടേ. ഓറഞ്ചും എടുത്തോ. മാസ്ക് മെലൺ എന്തിനാ? അത് മാസ്ക് മെലണാ, എനിക്ക് ഇഷ്ടമല്ല മാസ്ക് മെലൺ. ഇതെന്താ സ്നീക്കേഴ്സും മാസ്ക് മെലൺ ഇതെന്തിനാണ്? നമ്മള് ജ്യൂസ് ഉണ്ടാക്കില്ലായിരുന്നു. കൊള്ളാം. പാലൊക്കെ എടുത്തേക്ക്. തൈരും എടുത്തേക്ക്. പാലെടുത്തില്ല. മാവ് അരച്ചിരിക്കുന്ന മാവാടാ, ഇനി അരക്കാനില്ല. 17 രൂപയുടെ കവർ കിട്ടുമെന്ന് പറഞ്ഞപ്പം 17 രൂപയ്ക്ക് കവർ മേടിക്കണം, 17 രൂപയ്ക്ക് വേറെ ചോക്ലേറ്റ് മേടിക്കണം. അതാണ് നീ ഇപ്പൊ കൈ പിടിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ സ്മാർട്ട് ഡിസിഷൻ എടുക്കണം. ഇങ്ങനെയൊക്കെ ബൈക്കേ വരുവാ, കുഴപ്പമില്ല. ഇപ്പൊ കുക്കർ ഇഷ്യൂ അടക്കാൻ പോവുകയാണ്. അതിന് മുമ്പേ അച്ഛൻ എറണാകുളം കണ്ട് പോയിട്ട് വന്നേണം തോന്നുന്നു. ഒറ്റയ്ക്ക് പോയാ വിളിച്ചില്ല, ആരും പറഞ്ഞില്ല. നമ്മളും പോവും, വിളിക്കത്തില്ല. അച്ഛൻ ഇത് കണ്ട എന്തോ ഇത്? ആപ്പിൾ അല്ലേ, അതിന് നടക്കിരിക്കുക എന്തുവാണ്? എന്തുവാണ് ആ സാധനം? മിക്സി കണ്ടാന്ന് അതാ ചോദിക്കുന്ന. രൂപ വെച്ചാൽ വിലയും തിരക്കണ്ട, നല്ല മിക്സി. അത് മിക്സിയുടെ തന്നെയാ, വെറൈറ്റി മിക്സി അല്ലേ? അത് കഴിക്കാനുള്ള. അത് മാഷ്മല്ലേ. എങ്ങനെയുണ്ട് മിക്സി? അതൊന്നും വെച്ചാൽ തിരക്കണ്ട, നല്ല മിക്സിയാ. അത് കൊള്ളത്തിന്, നേരെ വർക്ക് ചെയ്തില്ല. അത് ഒരെണ്ണം കേടാണ്. അത് 1000 ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ആ 500 രൂപ പോലും കാണത്തില്ല മിക്സി. ഞാൻ നോക്കിയായിരുന്നു, കുറെ റിസർച്ച് ചെയ്തിട്ട് മേടിച്ച കമ്പനിയാ. ഇനി ഇവിടെ റിഗറസ് ടെസ്റ്റിംഗ് നടക്കാൻ പോയില്ലേ. എന്ത് വില തപ്പാണ് അച്ഛൻ? അറിയത്തില്ല, ബോക്സിനകത്ത് ഉണ്ടാവില്ലേ? താഴത്ത് നോക്കി താഴത്താണ്. അച്ഛൻ വില തപ്പാൻ നോക്കുക, കിട്ടുന്നില്ല. നോക്കിയിട്ട് ബോക്സിൽ വിലയില്ലാത്ത മിക്സി 32,299 രൂപ. എന്ത് വില? അത് വിലയൊന്നും ആകത്തില്ല. ഒറിജിനൽ വില ഡോളർ ആയിരുന്നെങ്കിൽ നമുക്ക് കുടുംബം നിൽക്കായിരുന്നു. ഇത്ര വില ഇല്ല ഇതിന്. ഇല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നല്ലേ. അത് അവർക്ക് അവര് പലതും എഴുതും. അത് കൂട്ടി എഴുതിട്ട് അവര് കുറച്ച് വെക്കുക. അത് ഓഫറിൽ കിട്ടിയെന്ന് പറഞ്ഞു. അച്ഛൻ അതൊക്കെ വിലയൊക്കെ നോക്കുന്നത്. 32,000 ആരും മിക്സി മേടിക്കത്തില്ല കേട്ടോ. 32 അല്ല. നിങ്ങളത് കേട്ട് വിശ്വസിക്കരുത്. 32,000 ഒന്നും ഇല്ല. നിങ്ങൾ ആ സാധനം ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ വില കിട്ടും. ഇനി നിങ്ങൾ കയറുന്ന കാറാണ് 32,000. സോ വെൽക്കം ടു JMP കുക്കിംഗ് ചാനൽ. എന്താ നിന്റെ കുക്കിംഗ് ചാനൽ? അതെപ്പോഴായിരുന്നു? എന്റെ കുക്കിംഗ് ചാനൽ. പെട്ടെന്നോ? എന്താ ഇതെല്ലാം വെച്ചത് എന്റെ പേരായിരിക്കും. JMP കുക്കിംഗ് ചാനലിന് കൊടുക്കാൻ പറ്റും. അത്ര പോസ്റ്റ് പ്രൊഡക്ഷൻ ഇല്ല നമ്മുടെ. ഇത് ആര് കഴുകി വെക്കുന്നു പറയാം ചെയ്തിട്ട്. നീ കഴുകി വെക്കും. അത് ഡിസൈഡ് ചെയ്യാം. ഓർഡർ ചെയ്യുമ്പോൾ അല്ല അത് ഓർഡർ ചെയ്യാം. അതില്ല അതൊക്കെ ഉണ്ട്. അവിടെ വെച്ചിരിക്കുന്നത് തളിക്കരുത്. എന്താ ഓർഡർ ചെയ്ത് പിന്നെ സെലോട്ട് ഇപ്പൊ ചുട്ടിച്ച് വെച്ചിരിക്കുന്നത് മുമ്പിലോട്ട് പോകുന്നത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് ഓർഡർ ചെയ്യുമ്പോ അവസാനം ആരും കഴിക്കുമെന്ന് എനിക്ക് പറയണം. ഓർഡർ അല്ല ഞാൻ കഴിയും. അല്ല നീ കഴിയത്തില്ല. നീ കഴിയും. ഓട്. പെട്ടെന്ന് നിനക്ക് നീ ഉണ്ടായ ജ്യൂസ് നീ ഉണ്ടായിരിക്കും. ഞാൻ എന്റെ ജ്യൂസ് എനിക്കറിയാം. ഈ സ്നീക്കേഴ്സും മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടാക്കി മേടിച്ച് വെച്ചിരിക്കുക. എടാ ഞാൻ ഉദ്ദേശിക്കുന്നില്ലേ, നമുക്ക് ആദ്യം ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മിക്സ് അതിലല്ല ഇതിലടിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഒഴിച്ചു തരാം. ഒഴിച്ചുതരല്ലേ, ഇതിനകത്ത് മിക്സി അടിക്കാം. അതല്ല, അത് മാത്രം തന്നുള്ള ഇത്ര പൈസ കൊടുത്തിട്ട് ഇത് തന്നിട്ടുണ്ട്. എല്ലാത്തിനും ചെയ്യാം, അതിനെല്ലാം ചെയ്യാം. നീ പറഞ്ഞ പിടി ജ്യൂസ് അടിക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യും. സമയമില്ല. ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അകത്തല്ലല്ലോ പഞ്ചസാര എടുത്തില്ലല്ലേ. അത് അവസാനം ഇതിന്റെ ഓൾറെഡി ഷുഗർ ഫ്രീ. സിമ്പിൾ ആയിരിക്കണം. ഓറഞ്ച് വെച്ച് ഞാൻ ഇപ്പൊ ജ്യൂസ് അടിച്ച് കാണിക്കാം. വേണ്ട കഴുകി വെച്ചോ. കഴുകാണ്ട് ആവശ്യമില്ല. ഓറഞ്ച് അല്ല എന്റെ ടേസ്റ്റിൽ വരാൻ പാടില്ല. എന്റെ കേട്ടില്ല. അതെല്ലാം കഴുകി വെച്ചോ. നീ വേറൊരു കുപ്പി ഉണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. ഏറ്റവും നമുക്ക് ഓറഞ്ച് ഇടാം. ഇതിനകത്ത് തന്നെ ഇടാം. ജ്യൂസ് ആക്കി എടുക്കും. കുറച്ചുകൂടി ഇരിക്കട്ടെ. കാണാൻ പറ്റത്തില്ല. പൊക്കി കാണിച്ചു. കാണാനൊക്കെ പറ്റുന്നേ ഗൈസ്. ഓറഞ്ച് ഇട്ടുണ്ട് ഇതിനകത്ത്. ഓറഞ്ചും ഗ്രീൻ ആപ്പിൾ എങ്ങനെ ആയിരിക്കും? നല്ല സൂപ്പർ ടേസ്റ്റ്. പൊളിക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞത് അതാ എനിക്കും തോന്നി. ഇതിന് സ്കിന്ന് കളയുന്നത് വേണം. പാഷൻ ഫ്രൂട്ട് ഇരിപ്പുണ്ട്, അത് പറിച്ചെടുത്തോ. പാഷൻ ഫ്രൂട്ട് പുറയുന്ന അതും പറിച്ചിട്ടോ.
ഞാൻ തമാശക്ക് പറഞ്ഞു നമ്മൾ മാരായിട്ട് ചെയ്യുന്നത്. അതിനകത്ത് പുരുവും കാണും, കുഴപ്പമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. നാച്ചുറൽ ടേസ്റ്റ് ആയിരിക്കും. പഴുത്ത് കാണാൻ നോക്കട്ടെ, പഴുത്ത് അവന് കുറച്ച് പ്രോട്ടീനും കിട്ടും. ഒരു പുരുള്ള നോക്കി എടുത്തോ. എനിക്ക് പഴുത്തൊരെണ്ണം കിട്ടി. പാഷൻ ഫ്രൂട്ട് എനിക്ക് ഒരെണ്ണം വേണം. എനിക്ക് ഒരെണ്ണം വേണം. ഇത് പഴുത്തൊരെണ്ണം കിട്ടി എനിക്ക്, ഫ്രഷ് ആയിട്ട് തൊട്ടപ്പം തന്നെ നടന്നു. പാഷൻ ഫ്രൂട്ട് എന്ത് മിക്സ് ചെയ്യണം? പാഷൻ ഫ്രൂട്ട് അത് കൊടുക്കാൻ പുളിപ്പായിരിക്കും. പുളിപ്പ് പോകാൻ വേണ്ടി കുറച്ച് മിൽക്ക് മെയ്ഡ് അടിച്ചാൽ. പാഷൻ ഫ്രൂട്ട് ഓറഞ്ച് മിക്സ് ചെയ്ത് നോക്കാം. എന്നാൽ ഈ കറുത്ത കളറൊക്കെ വരുന്നത് അതിനെ ഇറങ്ങി വന്ന കളറാണ് ഇത്. കഴിക്കണം ആ പിച്ചാത്തി എപ്പോഴെങ്കിലും. ഓ നൈസ്. പഴുത്ത് ചീഞ്ഞ സ്ഥലത്ത് കുറച്ച് എനിക്ക് വേണം. സ്പൂൺ എടുത്തു. കുറച്ച് മാനേഴ്സ് വേണം ബൈ, ആൾക്കാർക്ക് കഴിക്കാനുള്ള അത്ര മാനേഴ്സ് ഉള്ളു ബൈ. പുളിയുടെ സ്മെല്ല് ഇവിടം വരെ വരുന്നു. പുള്ളു കഴിക്കില്ല, കുറച്ച് എനിക്ക് വെച്ചേക്കണം. എന്റെ ഫ്രൂട്ടിന് വേണ്ടിയാ, എന്റെ മിക്സിന് വേണ്ടി. നീ അന്നാട് തീരുന്നില്ല, ഇത് കുറെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഓറഞ്ചിനകത്തും പാൽ ഒഴിക്കാറില്ല, അപ്പൊ അത് വേണ്ട. എന്തായാലും ഇത് അടിച്ചു നോക്കട്ടെ. പാൽ ഒഴിക്കാം, ഞാൻ ഒന്ന് ഒഴിച്ചുണ്ടാക്കിയത്. നീ ഒഴിക്കും, ഞാൻ ഒഴിക്കാറില്ല. പൊട്ടന്മാരെ പലതും ചെയ്യും. ഇനി ആപ്പിളിന്റെ തൊലിയെ കളഞ്ഞേനെ, പക്ഷെ വേണ്ട. നീ പോയി പുതിയ എടുത്തിട്. മോൻ അമേരിക്കയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നില്ല, എന്തിനാ വെട്ടുന്നേ? എടാ പിന്നെ ആപ്പിൾ എങ്ങനെ വെട്ടാതെ എങ്ങനെയാണ് മിക്സ് ഇടുന്നത്? ഏത് മരുന്ന് മേടിച്ചോണ്ട് വന്നാലും പോറല്ല. 1500 വാട്ട് അന്നും പറഞ്ഞ് ഫുള്ള് കറണ്ട് വലിച്ചോളും. പൊട്ടത്ര സംസാരിക്കുന്നുണ്ട്. വെട്ടേണ്ട ആവശ്യം എടുത്തിടുക അങ്ങോട്ട് ഡയറക്റ്റ്. ആപ്പിൾ എല്ലാം ഇടുക. ഇത്ര വലിയ പീസ് ഇട്ട് അത് വെട്ടത്തില്ല. കുറച്ച് ആപ്പിൾ, കുറച്ച് പാഷൻ ഫ്രൂട്ട്, കുറച്ച് ഓറഞ്ച്. സംഭവമില്ല, അടുത്തൂടെ പോലും. ഞാൻ നമ്മുടെ ഇതിന്റെ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ എന്റെ കട്ടിംഗ് സ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തു. ഒന്നും കാണണ്ട, ഇത് നോക്കട്ടെ വർക്ക് ചെയ്യാൻ. സ്റ്റാർട്ട്. അത് വെള്ളം ഒഴിച്ചില്ലതാണ്. പാലൊഴിക്കാൻ പറ്റത്തില്ല, ഇത് ഓറഞ്ചാ. വെള്ളം ഒഴിച്ചില്ലതാ. വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കുറച്ച് ഇഷ്യൂ വന്നു. എവിടെ വെള്ളം? ഫ്രിഡ്ജിൽ എടുത്തുണ്ടോ? പ്രാവശ്യം വർക്ക് ചെയ്യുന്നുണ്ടോ? കണ്ടാ വർക്ക് ചെയ്യുന്ന കണ്ടാവനെ. ഇതാണ് സെറ്റ്. കുറച്ച് വെള്ളത്തിന്റെ കുറവുള്ളായിരുന്നു. അച്ഛൻ അവിടെ നിന്ന് പറയുവാണ് ഓഫ് ചെയ്യും. അച്ഛൻ പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. AI ഒന്നുമല്ല. ജ്യൂസ് ആയിട്ടുണ്ട്. ഇതിന്റെ ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിങ്ങനെ മലർത്തി വെക്കുക, ഇത് തുറക്ക്, എന്നിട്ട് പിന്നെ അതേ ഈ ക്യാപ്പ് വെച്ചിട്ട് എത്രയേ ഉള്ളു കാര്യം. മധുരം കിട്ടില്ല. ബുദ്ധിമാൻ. മധുരമില്ലാത്തൊരു കുഴപ്പമുള്ളൂ ആക്കല്ലേ. ഇതിൽ ഏതായിരുന്നു ചുമലയും വെള്ളയും ഡ്രാഗൺ ഫ്രൂട്ട്? അതറിയത്തില്ല, ഏതോ ഒരു ചുമന്ന ഏതോ വെള്ളയോ. ചുമല ഓൾറെഡി എനിക്ക് കളർ ഉണ്ട്. ഇനി ചുമലയുടെ ആവശ്യമുണ്ടോ? ഇതടിച്ച് കയറ്റ്. ഇല്ല, എനിക്ക് എല്ലാം വേണം. എല്ലാം അടിക്കുന്ന മിക്സാ. കൊള്ളത്തില്ല. ഇത് പഴകിയ ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു. പച്ച ടേസ്റ്റ്. ഞാൻ ഒരേ നേരം ഇടാൻ പോവാം. മേളിൽ നിന്ന് ഒരേ നേരം ഇടാൻ വരത്തില്ല. അത് ഇതിന് വേണ്ടിയാ. വെറുതെ ബുദ്ധി ഉപയോഗിക്കുക. എന്ത് പറ്റും നോക്കട്ടെ. ഇട്. പേരക്ക ഇട്ട്, പാഷൻ ഫ്രൂട്ട് ഇട്ട്, ആപ്പിൾ ഇട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട്, പാഷൻ ഫ്രൂട്ടും ഉണ്ട്. പാഷൻ ഫ്രൂട്ട് പോയി. പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് വേണ്ടേ? മാങ്ങ ഉണ്ടായിരുന്ന മാംഗോ ലസ്സി ഉണ്ടാക്കുക. പിന്നെ നിങ്ങളുടെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലേ? ഈ അവസാനം നോക്കിയോ, കിട്ടില്ലായിരിക്കും. അതിനകത്ത് ഒന്നും പുളിയില്ലാത്തൊന്നും ഇട്ടിട്ടില്ല. ആ മിൽക്ക് മെയ്ഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പഞ്ചസാരക്ക് വരെ ഇത്രയൊക്കെ മതി. ഇത് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മാത്രം മതിയില്ല. ഫുള്ളും വെച്ച് കളർ കേട്ടാ. ഹലോ, ആ നോക്കട്ടെ. കൈ വെക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണമെങ്കിൽ ടാമ്പർ ഉപയോഗിക്കാൻ പറ്റും. കൊള്ളാവോ? കൺസിസ്റ്റൻസി ഉണ്ടാ? ചങ്ക്സ് ഉണ്ടാ? ഇല്ല, ചങ്ക്സ് ഇല്ല. അത് നല്ല കാര്യം. കൊള്ളാവോ? എന്തോ മിസ്സിംഗ് ഉണ്ട്. ഒരു സെക്കൻഡ്. വെറുതെ ഫുൾ ആയിട്ടില്ല. കുടിക്കല്ലേ. മിസ്സിംഗ് ഉണ്ട്. എന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇട്ടില്ല. അങ്ങനെ ഇട്ടൊരു ഗുണമില്ല. ഇതാകത്തില്ല. ഇലായിച്ച് ഇതിപ്പോ നമ്മുടെ എന്റെ മെയിൻ എത്തി കേട്ടാ. ഞാൻ ഇപ്പൊ ഗോവ മാത്രമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. മഷീന്റെ സ്ട്രെങ്ത് നോക്കാൻ പോവാ. അങ്ങനെയൊന്നും അല്ല. എന്തോ ചെയ്യുന്നത്? എന്താ എന്റെ മുഖത്ത് എടുത്ത് വെച്ചത്? ഓളമില്ലേ? ബുദ്ധിയില്ല. അതല്ല. നമ്മളപ്പോ മെയിൻ നോക്കാൻ പോകുന്ന പേരൊക്കെ അലിവെന്നാണ്. കുറച്ച് പാലിരിക്കട്ടെ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഗോവ ഷേക്ക്. ഇത് നമുക്ക് ഈ മിക്സി വർക്ക് ചെയ്യാൻ നോക്കട്ടെ. ഇത് വെച്ചോണ്ട് പേരൊക്കെ ഇട്ടാ. പേരൊക്കെ ഡസ്റ്റ് ആയിട്ടില്ല. കുറച്ച് പാലൊഴിച്ചേക്കട്ടെ. അപ്പൊ പേരൊക്കെ ആവോ ഇല്ലേ നോക്കാം. പേരയ്ക്ക ഫുള്ളായിട്ട് അലിഞ്ഞിട്ടുണ്ടോ നോക്കാൻ പോകാം നമ്മൾ കേട്ടോ. നോക്കട്ടെ. പേരക്കയുടെ ഷേക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അടുത്ത് നമുക്ക് കരിമ്പായി ചെയ്താലോ. മധുരമില്ല, പക്ഷെ കൊള്ളാം. ഫുൾ പേരക്ക അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ മിക്സിയുടെ റേറ്റിംഗ് ഔട്ട് ഓഫ് 10. ഇതുവരെ പീനട്ട് ബട്ടർ ട്രൈ ചെയ്തില്ല. വെച്ചാൽ കപ്പലണ്ടിയും കൂടി ട്രൈ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഇത് 10 out of 10 ആണ്. എന്നാലും ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്. നമുക്കിനി ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ മിക്സി. ഇത് നമ്മുടെ പഴയ മിക്സി വർക്ക് ചെയ്യത്തില്ല. പിന്നെ അത് വർക്കില്ല നടക്കും. വലിയ ഗുണമൊന്നുമില്ല. അമ്മ വന്നാ? അമ്മ വെയിറ്റ് എനിക്കറിയാം. കുറച്ച് കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. കണ്ട അതാണ്. വെയിറ്റ് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. മധുരം ഒന്നും ഇട്ടിട്ടില്ല. കണ്ട ഇന്ന് അമ്മയ്ക്ക് വേണ്ടി. അത് മിക്സ് ആണ്. ഇത് പൈനാപ്പിളാ കേട്ടാ.
കുടിപ്പിക്കുവാ ഇത് കുളിച്ചു. കുടിപ്പിക്കുവാ Please, പറഞ്ഞോ ഇത് കുടിച്ചു. നമുക്ക് ഏതെങ്കിലും ഇത് കുടിച്ചോ. ഏതെങ്കിലും കുടിക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ടിരിക്കട്ടെന്ന് പറഞ്ഞ കുറച്ച് വെള്ളം കഴിച്ചോളൂ. ആരെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുവാ? സ്മൂതി കണക്കിരിക്കണം. ജ്യൂസ് ഇങ്ങനെ കുറച്ച് ഇതാവുള്ളൂ, നമുക്ക് കുടിക്കാൻ പറ്റണം ഒഴിച്ചാ. ശരി, അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കാം. ഇങ്ങനെ തിക്കാകാൻ പാടില്ല. അമ്മ അത് കുടിയാൻ മതി മിക്സ്. ഞാനുണ്ടെന്ന് പറ. അതും പഞ്ചസാര കുറവാ. ഇല്ല ഇട്ടില്ല. കുടിയം എന്താ അതിനകത്ത് കളറെല്ലാം ഉണ്ട്. അമ്മ കുടി. ഇപ്പൊ ഇവിടെ ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ മതിയായി. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. കുടി. കുറച്ച് കണ്ടൻസ് മിൽക്ക് ഉണ്ടെന്നേ ഉള്ളു, വേറെ ഒന്നും ഇല്ല. പാവയ്ക്കും ചേർത്തിട്ടില്ല ഇതിനകത്ത്. ചെറുതായിട്ടൊരു മധുരത്തിന് ഇതിന് മാത്രം, അതായത് ചേർത്തിട്ടില്ല. ആ വീട് ഞാൻ കുടിച്ചോളാം. ഞാനപ്പോ ജിമ്മിലോട്ട് പോകട്ടെ. ഞാനിന്ന് ഓടുന്നില്ല. ഇന്ന് എനിക്ക് എന്തോ മുട്ടുവേദന എടുക്കുന്നു. കുറച്ച് പേര് കമന്റ്സിൽ പറയുന്നത് റോഡിലോടായിരുന്നു മുട്ടുവേദന എടുക്കുന്നു. എനിക്കറിയില്ല, എന്തായാലും ചെറുതായിട്ടാണ് മുട്ടുവേദന എടുക്കാത്തയാണ്. എന്താ എടുക്കുന്ന അറിയില്ല. എന്തായാലും ആട്ടെ, നമുക്ക് ജിമ്മിലോട്ട് പോവാം. ജിമ്മിലോട്ട് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ എന്തായാലും കഴിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ദോശയും മുളകും. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം ഒരു കാര്യം പറയാനുണ്ട്. നാളെ തൊട്ട് വ്ളോഗ്സ് 8 മണി രാവിലെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ റീസൺ 8 മണി ഇടാന്ന് വിചാരിച്ചത് എൻ്റെ എഡിറ്ററിന് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സമയം അവന് കുറച്ചുകൂടി കൊടുക്കാൻ വേണ്ടി രാവിലെ 8 മണി ആക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ച എഡിറ്ററിനെ തന്നെ ഇപ്പം തൽക്കാലത്തിൽ കുറച്ച് നേരം മാറ്റിയിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാൻ പോകും. എന്ന് വെച്ചാൽ അവന് സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ തന്നെ താല്പര്യപ്പെടുവാണ് കുറച്ച് ദിവസത്തേക്ക് 8 മണിക്ക് രാവിലെ ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ അവൻ ലേറ്റ് ആക്കിക്കൊണ്ട് അത് ഞാൻ രാത്രി എഡിറ്റ് ചെയ്യണം. അത് ഇന്നലത്തെ വ്ളോഗാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇപ്പൊ രാത്രി എഡിറ്റ് ചെയ്യണം. നല്ല കിടിലോ എന്നൊക്കെ പറഞ്ഞാൽ. അതല്ലാതെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു കേട്ടാ. എൻ്റെ കഴിഞ്ഞ വ്ളോഗിനകത്ത് കമന്റ്സിൽ ഒരാളുടെ മെസ്സേജ് വന്നായിരുന്നു. അവനിങ്ങനെ മാസം മരുന്നിനൊക്കെ കുറെ ചിലവ് വരുന്നുണ്ട്. ഒരു പയ്യന 20 വയസ്സെങ്ങാനുണ്ട്. അപ്പോൾ അവന് കുറെ ചിലവ് വരുന്നുണ്ട്. അത് ഏകദേശം 20,000-30,000 ചിലവ് മാസമുണ്ട്. അത് ചിലവാക്കിയാലേ അവന് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അവന് മരണം വരെ അങ്ങനെ മെഡിസിൻ എടുത്തുകൊണ്ടേ ഇരിക്കണം. അതാണ് സിറ്റുവേഷൻ. അപ്പം എനിക്ക് കമന്റ് വന്നു. ഞാൻ ആ കമന്റ് കണ്ടു. ഞാൻ പറഞ്ഞു മെയിൽ അയക്കാം. മെയിൽ അയച്ചു. അവനതിന് പ്രൂഫ് ഇതൊക്കെ കാണിച്ചു. പക്ഷെ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. പിന്നെ അവസാനം അവിടെയൊക്കെ പോയി എത്തിച്ചെന്നപ്പം ഫ്രോഡാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ പരിപാടി നിർത്തിയതാണ്. എന്നാലും ഈ കമന്റ് പിന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഞാനൊക്കെ മെയിൽ അയക്കാൻ പറഞ്ഞ് ഞാൻ ഇതൊക്കെ അയച്ച് അവിടെ ചെന്നിട്ട് എനിക്ക് അറിയത്തുള്ളത് കറക്റ്റാണ് കറക്റ്റല്ലെന്ന്. അപ്പോൾ അത് മലപ്പുറത്തെ സ്ഥലം. മലപ്പുറം ഇവിടുന്ന് ഏകദേശം എനിക്ക് ഇവിടുന്ന് 4-5 മണിക്കൂർ എടുക്കും. ഈ മാസം ഞാൻ ഫുള്ളി ബിസിയാണ്. അപ്പം ഈ 30-40 ഫുള്ള് എനിക്ക് കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ കൊടുക്കാം എന്നൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. പക്ഷെ അത് അവിടെ ചെയ്തിട്ട് കൺഫേം ആക്കി എനിക്ക് സിറ്റുവേഷൻ എങ്ങനെ നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ ഈ മാസം പോകാൻ പറ്റത്തില്ല, അടുത്ത മാസം പോവാം. അപ്പോൾ അത് വേറൊരു കാര്യം. അതല്ലാതെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. 2 വ്ളോഗ് എഡിറ്റ് ചെയ്യണം. പിന്നെ ഈ മെയിൻ ചാനൽ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇന്ന് ഉറക്കമില്ല. എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.